യദു, നമ്മൾ ഓക്കിസത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. വളരെ രസകരമായ കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞു. അപ്പോൾ കാലങ്ങളായിട്ടിപ്പോൾ ഈ സോഷ്യൽ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട് ചില പദങ്ങൾ വളരെ ചർച്ചയാവാറുണ്ട്. നേരത്തെയൊക്കെ നമ്മളെന്ന് പറയാൻ പാടില്ല, നിങ്ങൾ തൊട്ടടുത്ത തലമുറയാണ്. അപ്പോൾ ഒരു സമയത്ത് ജനറേഷൻ നെക്സ്റ്റ് എന്നൊക്കെയുള്ള പദപ്രയോഗങ്ങൾ നമ്മൾ കേട്ടിരുന്നു. ഇന്നിപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായ ഒരു പദമാണ് വൈബ്. വൈബ് എന്ന് പറഞ്ഞൊരു പദം ഭയങ്കര ഹിറ്റായി. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മനസ്സിലാകാത്ത ഒരുപാട് പദങ്ങൾ വരുന്നുണ്ട്. ഈ മനസ്സിലാകാത്ത ഒരുപാട് പദങ്ങൾ വരുന്നുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ഇത് കേട്ടിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ അപ്പം തന്നെ മനസ്സിൽ ഒരു കാര്യം അവരുടെ മനസ്സിൽ വരും. എന്തായിരിക്കും? തന്ത വൈബാണ് ചേട്ടൻ എന്ന് വരും, ഇല്ലേ? അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റ് ഇടയ്ക്കൊക്കെ സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ കൂട്ടുകാർ കൂടുമ്പോഴും ഒക്കെ ഈ ഇവൻ തന്ത വൈബാണ് അല്ലെങ്കിൽ തള്ള വൈബാണ് എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പേര് നമുക്കൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ നമ്മൾ കേട്ടിട്ട് കേൾക്കാത്ത ഭാഗത്തിൽ അങ്ങ് നടന്നു പോകാൻ പതിവ്. അപ്പോൾ എന്താണ് ഈ വൈബ് അല്ലെങ്കിൽ ഈ തന്ത വൈബ് എന്നുള്ള ഒരു സാഹചര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദപ്രയോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എന്ത് തോന്നുന്നു അതിനെപ്പറ്റി? ഇപ്പം ജെൻസി സ്ലാങ് എന്നാണ് ഈ പുതിയ പ്രയോഗങ്ങളൊക്കെ വരുന്നത്. താങ്ക്സ്. അല്ല, എനിക്കൊരു പുതിയ പ്രയോഗം കിട്ടിയല്ലോ. ജെൻസി സ്ലാങ്. ഓക്കെ, പറയൂ. ജെൻസി സ്ലാങ് ഇപ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റായി ഇത്തരം. കാരണം ഓൺലൈൻ ഇപ്പം എല്ലാം നമ്മുടെ ഇവിടുത്തെ കുട്ടികൾക്കാണെങ്കിലും അമേരിക്കയിലെയും അവിടത്തേക്ക് കോണ്ടൻറ്റുകൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരുപാട് പ്രയോഗങ്ങൾ കിട്ടുന്നുണ്ട്. എല്ലാ തലമുറയിലും ജനറേഷൻസിലും ഇതുപോലെ കുറേ സ്ലാങ്സ് വരുന്നുണ്ട്. അപ്പം ഈ വൈബ് എന്ന് പറയുന്നത് വൈബ്രേഷൻസ് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ട് ഫോമാണ്. ഒരു അറ്റ്മോസ്ഫിയർ എന്നൊക്കെ ഉള്ളൊരു അർത്ഥമാണ് വരുന്നത്. നല്ല വൈബുള്ള സ്ഥലം എന്നൊക്കെ പറഞ്ഞു വരുന്നത് അതാണ്. തന്ത വൈബ് എന്നുള്ളത് ഒരു കാലത്ത് അമ്മാവൻ കോംപ്ലക്സ് എന്ന് കുറച്ച് കാലം പറഞ്ഞൊരു സംഗതിയാണ്. ഇപ്പം തന്ത വൈബ്, അങ്ങനെയൊക്കെ പറയാം. അമ്മാവൻ സിൻഡ്രോം, അമ്മാവൻ കോംപ്ലക്സ് എന്നൊക്കെ ഉള്ളത്. ഇത് ഇപ്പം പറയുന്ന കേട്ടതൊന്നും ഈ ഇടയ്ക്കായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇത് പ്രാചീന കാലം മുതലേ ഉള്ള സംഗതിയാണ്. എന്താണിപ്പോൾ ഇത് കേട്ടിട്ടില്ലാത്തുള്ള പ്രേക്ഷകർക്കായിട്ട് ഡിഫൈൻ ചെയ്യാം. ഇപ്പം ഒരാളിങ്ങനെ നടന്നു പെട്ടെന്ന് നല്ല മുടിയൊക്കെ കളർ അടിച്ച ഒരു പയ്യൻ ബൈക്കിൽ ഷൂവും വാങ്ങി പോകുന്നു. ഇവ ഇത് എങ്ങോട്ട് പോകുന്നു, ഇവയൊക്കെ പോയി അടയാവാൻ തന്നെ എന്ന് പറയുന്നതാണ് തന്ത വൈബ്. അതിൻ്റെ ഒരു ഉദാഹരണം ഇതുപോലെ പുതിയ തലമുറയിലെ കുട്ടികൾ എന്തെങ്കിലും കാണിച്ചാൽ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുക. ഇതാണ് തന്ത വൈബ്. കൂടുതലും പ്രായമായവരാണ് ഇത് ചെയ്യുന്നത്. പ്രായമാവാത്തവർ ഇങ്ങനെ എന്തെങ്കിലും കമൻ്റ് ഇട്ടാൽ അവരെ തന്ത വൈബ് എന്ന് പറഞ്ഞ് മുദ്ര കുത്തും. ഇതാണ് തന്ത വൈബ്. ഇത് പക്ഷേ ഇപ്പം സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ചയാവുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ 2 സ്റ്റാൻഡ് എടുക്കുന്നുണ്ട്. എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് ചില ആൾക്കാർ തന്ത വൈബിനെ അനുകൂലിച്ച് പറയുന്നുണ്ട്. പണ്ടൊക്കെ ഉള്ളവരാണ് മാന്യന്മാർ, വളരെ പക്വതയുള്ള ആളുകളാണ്, ഇപ്പോൾ ഉള്ള പിള്ളേർക്കൊന്നും വിവരമില്ല, അവർ റാഷാണ്. അതേസമയം ജെൻസി ആൾക്കാർ, കുട്ടികൾ 2000-ന് ശേഷം ജനിച്ചവർ, അവർ തന്ത വൈബുകാരെ എതിർത്തുകൊണ്ട് പറയും. അവർക്കാണ് ഈ പ്രായമായവർക്കാണ് വിവരമില്ലാത്തത്, കാലത്തിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം ഞാൻ കൂടുതലും ചരിത്രം പഠിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഈ ഒരു വിഷയത്തിനെ നോക്കി കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ചെറിയ പ്രായം തൊട്ടേ ചരിത്രത്തിലെ സോഷ്യൽ കാര്യങ്ങളെല്ലാം പഠിക്കുന്നതുകൊണ്ടാണ്ട് എനിക്കും എങ്ങനെയാണ് കാലം എന്നുള്ളതൊക്കെ അറിയാം. ഞാൻ 90s കിഡിൽ ആ വിഭാഗത്തിൽപ്പെട്ടതാണ്. പക്ഷെ അതിന് മുമ്പ് എന്താണെന്നുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിച്ചിട്ട സമയത്ത് ഇതുപോലെ ഒരു കോളേജ് ഡേ സമയത്ത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജാണ്. അതുപോലെ പള്ളിയിലുള്ള ആരോ ഒരാൾ, ഒരു ഭാരവാഹി വന്നിട്ട് പ്രസംഗിക്കുകയാണ്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും ശരിയല്ല, ഇപ്പോൾ ഇവിടെ മൊത്തം ഓൾഡ് ഏജ് ഹോമുകളാണ്, പ്രായമായ മാതാപിതാക്കളെ ഒന്നും നോക്കാതെ തള്ളിയിട്ട് പോവുകയാണ്, ഇപ്പോഴത്തെ പിള്ളേരുടെ ഭക്ഷണ രീതി ശരിയല്ല, നമ്മുടെയൊക്കെ കാലത്ത് കിലോമീറ്ററുകളോളം നടന്ന് ഇപ്പോഴത്തെ കുട്ടികളെ എനിക്ക് അറിഞ്ഞൂടെ ഇനി എന്താകും ഈ സമൂഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആരോഗ്യമില്ല, ഇങ്ങനെയുള്ള കുറേ അക്യൂസേഷൻസ് നടത്തിയിട്ട് പോവുകയാണ്. അപ്പം ഞാനിരുന്ന് ആലോചിച്ചു, പുള്ളി പറഞ്ഞ എല്ലാം ഫ്ലോപ്പാണ്. ഇപ്പോഴത്തെ ജനങ്ങൾക്കാണ് ശരിക്കും ആരോഗ്യമുള്ളത്. പിന്നെ ഓൾഡ് ഏജ് ഹോമും ഇതിൻ്റെയൊക്കെ കാര്യം, ഈ ഓൾഡ് ഏജ് ഹോമൊക്കെ സ്ഥാപിച്ചതാരാ? ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവർ, ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ ഈ കാലഘട്ടത്തിലുള്ള. അതിനു മുമ്പുള്ള മാതാപിതാക്കളെ വഴിയിൽ തള്ളിയിട്ടിട്ടാണ് പോകുന്നത്. അതായത് ഒരു ലയബിലിറ്റി ആയി നമ്മുടെ അച്ഛനും അമ്മയോ എന്ന് തോന്നിയാൽ പണ്ടത്തെ ജനങ്ങൾ എന്താ ചെയ്യുന്നത്?
അല്ല ക്ഷേത്രനടയിലോ ആരും നോക്കാൻ നടയിൽ തള്ളുക. ഇതാണ് ഇത്. ഇവിടുത്തെ മാത്രമല്ല, ലോകത്തെ എല്ലായിടത്തും ഉള്ള ചിലർ ഒരു തരം കൊല്ലുന്ന രീതിയിലുള്ള നടപടികൾ തന്നെ നടത്തും. അപ്പോൾ അവിടെ നിന്ന് ഒരു ഓൾഡ് ഏജ് ഹോം എന്ന് പറഞ്ഞ സംഗതി വരുന്നു, അതിന് ഡൊണേഷൻസ് കൊടുക്കാൻ തയ്യാറാവുന്നു, അതൊക്കെ നല്ലൊരു സംഗതിയാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഹെൽത്തിൻ്റെ കാര്യം, ഇതും നമ്മൾ സ്ഥിരം കേൾക്കുന്നൊരു സംഗതിയാണ്. പണ്ടത്തെ ആളുകൾ ഇപ്പം വിഷം നിറഞ്ഞ ഭക്ഷണമാണ് കഴിക്കുന്നത്. പണ്ടത്തെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ എത്ര ആയുസ്സുണ്ടായിരുന്നു. ഇതും തെറ്റായ ഒരു കാര്യമാണ്. നമ്മൾ റെക്കോർഡിക്കലായിട്ടുള്ള ഡേറ്റ കിട്ടും. 1921 ശരാശരി മനുഷ്യൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി അറ്റ് ബർത്ത് 25 വയസ്സേ ഉണ്ടായിരുന്നു. അറ്റ് ബർത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ ഒരു 20-25 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 40-50 വയസ്സായിട്ടൊക്കെ ജീവിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പോഴത്തേക്കും 40-45 വയസ്സൊക്കെയാണ് ഒരാളുടെ ആയുസ്. ഇതിൻ്റെ നമുക്ക് ഏറ്റവും തെളിവായിട്ട് നോക്കാം. ഒരു രാജ്യത്തിലാണ്, ഞാൻ പഴയ ഇൻഡസ്ട്രിയൽ ഇതിൻ്റെ കാലത്തിന് മുമ്പുള്ള കാലമാണ് ഞാൻ പറയുന്നത്. ഒരു രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ ചികിത്സയും ജീവിത സൗകര്യമൊക്കെ കിട്ടുന്നത് ആർക്കായിരിക്കും? ഒരു രാജ്യത്തിൽ സാധാരണ ജനങ്ങളെയും കാട്ടും ഏറ്റവും കിട്ടുന്നത് അവിടുത്തെ രാജാവിനായിരിക്കും. അതെ. ഈ രാജാക്കന്മാരിൽ പോലും നമ്മൾ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ എല്ലാവരും 38, 40, 35. ധർമ്മരാജ മാത്രം കുറച്ച് 70 വരെ പോയി. ബാക്കി എല്ലാവരും 38, 35, 40 ഈ പ്രായം തന്നെ പോയത്. പിന്നെ മോഡേൺ മെഡിസിൻ്റെ വരവിന് ശേഷമാണ് ചിത്തിര തിരുനാളിനും ആ കാലഘട്ടത്തിൽ 1920 ആ ഒരു 20-ാം നൂറ്റാണ്ട് തുടക്കത്തിന് ശേഷമാണ്, മോഡേൺ മെഡിസിൻ്റെ വരവിന് ശേഷമാണ് പിന്നെ ഇവർക്കൊരു ലൈഫ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ ഒരു രാജ്യത്തിലെ ഏറ്റവും സൗകര്യങ്ങളും ലക്ഷറിയും ഒക്കെ ഏറ്റവും നല്ല ഭക്ഷണവും കിട്ടുന്ന രാജാവിന് പോലും ഇതാണ് ആയുസെങ്കിൽ സാധാരണക്കാരുടെ കാര്യം എന്താ ആലോചിച്ച് നോക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ആരോഗ്യത്തിൻ്റെ കാര്യമാണെങ്കിലും അങ്ങനെ പണ്ടത്തെ കാലത്ത് ഇവർ ഗ്ലോറിഫൈ ചെയ്യുന്നത് പോലെ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പം ഈ ലൈഫ് എക്സ്പെക്റ്റൻസിയുടെ ഒരു കാര്യം പറഞ്ഞാൽ ഇപ്പം ആമയ്ക്ക് 120 വർഷം വരെയൊക്കെ ജീവിക്കാം, ആനയ്ക്ക് 70 വർഷം വരെ ജീവിക്കാം എന്നൊക്കെ. അതൊക്കെ അവർക്ക് ഏറ്റവും ഐഡിയൽ കണ്ടീഷൻ ആണെങ്കിൽ ജീവിക്കാമെന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഒരു പ്രകൃതിയിൽ വരുന്ന ആമയൊക്കെ ചിലപ്പോൾ ഒരു 20-25 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ ആയുസ് തീരും. പക്ഷേ അതിന് വേറെ പ്രൊഡേറ്റേഴ്സൊന്നും അവരെ ആക്രമിച്ചില്ലെങ്കിലാണ് അതുപോലെ പോകുന്നത്. അതുപോലെയാണ് മനുഷ്യരുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെയും കാര്യം. ഇവർക്കും ഇതുപോലെ നല്ല സുഖസൗകര്യങ്ങളും നല്ല ചികിത്സയും നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ 80 വയസ്സിൽ കൂടുതൽ വരെയൊക്കെ പോകാൻ പറ്റും, 100 വയസ്സൊക്കെ എത്താൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഈ പ്രാചീന കാലത്ത് ഈ സ്റ്റോൺ ഏജ് ഹണ്ടർ ഗ്യാദറേഴ്സൊക്കെ ആയിരുന്നപ്പോൾ 20-25 വയസ്സ് വരെയൊക്കെ പോവുള്ളൂ. ഇപ്പോൾ എൻ്റെ കാര്യം ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്നത്. ഞാൻ വല്ല 100 വർഷം മുമ്പാണ് ജീവിച്ചിരുന്നെങ്കിൽ എനിക്ക് 19-ാമത്തെ വയസ്സിൽ ഡെങ്കിപ്പനി വന്നു. അത് നല്ല രീതിയിൽ ചികിത്സയൊക്കെ ചെയ്താണ് രക്ഷപ്പെട്ട. ആ കാലഘട്ടമായിരുന്നെങ്കിൽ ഞാൻ അപ്പോഴേ വടിയായിരുന്നു. ഇനി വലിയ അസുഖവും വേണ്ട. നമ്മൾ സാധാ ഒരു പല്ലിലൊരു പോട് വന്ന് അല്ലെങ്കിൽ പല്ല് വശക്കേടായി വളരുന്നെന്ന് വെച്ചോ, ഇപ്പം നമുക്ക് അനസ്തേഷ്യ ഇതിൻ്റെ മരവിപ്പിച്ച് അതൊക്കെ എടുത്ത് മാറ്റി അതിൻ്റെയൊക്കെ പെയിൻ കില്ലറും ഒക്കെ തന്ന് ഇൻഫെക്ഷൻ ആവാതെയൊക്കെ ഒരു ഡെൻറ്റിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിന് നിസ്സാരം പല്ലിൻ്റെ പ്രശ്നം. ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 200 വർഷം മുമ്പാണ് വശക്കേടായിട്ടൊരു പല്ല് വരണമെങ്കിൽ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പാറക്കല്ലിട്ട് അടിച്ച് പൊട്ടിക്കണം, അതെടുത്ത് മാറ്റി അതിന് ബ്ലഡ് അതിനനുസരിച്ച് ഒരുക്കും, ഇൻഫെക്ഷനാവും. ഒരു പല്ലിൻ്റെ കേസാണ്. ഈ ഇതുപോലെ രാജകുടുംബങ്ങളിൽ ഒരു ചരിത്രത്തിൽ ഇംഗ്ലണ്ടിലൊരു രാജാവ് വലിയ യുദ്ധത്തിനായിട്ട് ആരും തോൽപ്പിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ രാജാവാണ്. പക്ഷെ ഒരു കടന്നൽ വന്ന് കുത്തിപ്പുള്ളി മരിച്ചു. ഇതാണ്. അപ്പോൾ ഈ തന്തവൈബ് ടീംസ് പറയുന്നതാണ് ഈ മോഡേൺ മെഡിസിൻ ആളുകളെ ഒരുപാട് മരുന്നുകൾക്ക് അടിമകളാക്കുന്നു, നമ്മുടെ പഴയ പ്രകൃതി ചികിത്സ. ഇപ്പം പ്രകൃതി ചികിത്സ ഞാനിപ്പം ആയുർവേദം ഒക്കെ പറയുന്നത് അക്കാലത്ത് ഉണ്ടായിരുന്ന ഏക ഓപ്ഷനായിരുന്നു. ഇപ്പോൾ പുതിയ ഫെസിലിറ്റീസ് വരുമ്പോഴത്തേക്ക് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം. പക്ഷേ അത് വെക്കാതെ നമ്മൾ ആ പഴമയെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അതിപ്പം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പം ഒരുപാട് സയൻറ്റിഫിക് മെഡിക്കൽ ജേർണലുകളിലെല്ലാം അത് പ്രൂവ് ചെയ്തിട്ട് ഇങ്ങനെ ആയുർവേദത്തിനെ പൂർണ്ണമായിട്ട് തള്ളിപ്പറയുന്നതായിട്ട് നടന്നിട്ടില്ല. അതെ, അങ്ങനെ ചെയ്ത് കൊണ്ടുവരേണ്ടതാണ്. അല്ലാതെ നമ്മൾ പഴമ ആയതുകൊണ്ട് അത് ബെസ്റ്റ് എന്ന് പറയാൻ ഇപ്പം നമ്മളെ പഴയ സാമ്രാജ്യങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ഗോൾഡൻ ഏജ് സുവർണ്ണകാലം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ സാംസ്കാരിക മേഖലയിൽ കുറേ കലാസൃഷ്ടികൾ വരുന്നു എന്നുള്ളൂ. ജനങ്ങളുടെ കാര്യം അന്നും ഇന്നും ഒക്കെ മനസ്സിലായല്ലോ. ഇപ്പോഴാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷന് ശേഷം
നമ്മൾ ചരിത്രം പരിശോധിച്ചാലും 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ലോകത്തുള്ള ജനങ്ങളുടെ ജീവിത നിലവാരം അതെ വെൽഫെയറിൻ്റെ കാര്യത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ആണെങ്കിൽ ഇപ്പം വേറൊരു കാര്യം ഞാൻ പറയാം. നമുക്കിപ്പോൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം. ഇന്ന് ദോശ കഴിച്ചാൽ നാളെ നമുക്ക് വേണമെങ്കിൽ പുട്ട് കഴിക്കാം, അപ്പം കഴിക്കാം. പണ്ട് കേരളത്തിലെ ആൾക്കാരെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മസാലയും പൊടികളും ഒന്നുമില്ല, അട്ടിയമ്മാവൊന്നുമില്ല. 3 നേരവും ചിലപ്പോൾ 2 നേരമേ കിട്ടുള്ളൂ, കഞ്ഞി മാത്രം, ചോറ് മാത്രം. അല്ല, ഇടക്കാലത്ത് അരി വരെ റേഷനായിരുന്നല്ലോ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. കുറച്ചേ അരി കിട്ടുള്ളൂ. ഇത് ഞാനൊരു 200 വർഷം മുമ്പുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് ഞാൻ ഈ ചില ഇത് പറഞ്ഞ ഈ തന്തവൈബുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറയാം പണ്ട് അമ്മിക്കല്ലിൽ അരച്ച ചമ്മന്തി ആവുമ്പോഴത്തേക്ക് അതിലുള്ള കാൽഷ്യമും കൂടെ ശരീരത്തിൽ പോവുമായിരുന്നു. അതുകൊണ്ടാണ് അന്നുള്ള ആളുകൾക്ക് ശക്തിയുള്ളത്. ഇപ്പോഴത്തെ പിള്ളേർ മിക്സിയിലരച്ച ചമ്മന്തിക്ക് എന്താണ് ഗുണം? അന്ന് ഈ അമ്മിക്കല്ലിലുള്ള അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ളത് എനിക്കറിയില്ല, എന്നാലും കാൽഷ്യം വരുന്നെങ്കിൽ അത് മാത്രമേ ഉള്ളൂ കാൽഷ്യം സോഴ്സ്. ഇന്നത്തെ പോലെ പാല് കിട്ടൂല, അതുപോലത്തെ ഉള്ളതൊന്നും കിട്ടാത്തൊരു കാലമായിരുന്നു. ഇപ്പോൾ ഇനി അഥവാ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ടാബ്ലറ്റുകളെല്ലാം റെഡിയായിട്ട് അവൈലബിളാണ്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ഞാൻ ഇത്രയും പോയിന്റ് പറഞ്ഞതെന്ന് വെച്ചാൽ പണ്ട് കാലമായിരുന്നു നല്ലത്, ഇപ്പോൾ എല്ലാം മോശമായിരുന്നു എന്നുള്ളതിന് പൊതുവായിട്ട് പറഞ്ഞാണ്. അത് ഹെൽത്തിൻ്റെ കാര്യമാണെങ്കിലും വെൽഫെയറിൻ്റെ കാര്യമാണെങ്കിലും ജീവിത സൗകര്യങ്ങളുടെ കാര്യമാണെങ്കിലും ഇതെല്ലാം ഇപ്പോഴത്തെ ഈ 1950s ശേഷമുള്ള കാലത്തായിരുന്നു. അല്ല, ഇതിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളെക്കാട്ടിയും കൂടുതൽ സൗകര്യങ്ങൾ നാളെ നമ്മുടെ അടുത്ത തലമുറകൾക്ക് ലഭിക്കും. അത് തന്നെയാണ്, അങ്ങനെ തന്നെയാണ് വേണ്ടതും. അല്ലാതെ പിന്നോട്ട് നോക്കിയാൽ ഇരുന്നിട്ട് കാര്യമില്ല. അല്ല, ഇടക്കാല ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഭൂതകാലത്തേക്ക് നോക്കുക, ഭൂതകാലത്ത് നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് മുന്നോട്ട് നടക്കാനും കൂടെ പറഞ്ഞിരുന്നു. ഭൂതകാലത്തിൽ നോക്കി നന്നായിരുന്നു എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ വിഷയം ഈ അങ്ങനെ നോക്കുമ്പോൾ തന്നെ വേറെ ചില കാര്യങ്ങളും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ശ്രദ്ധിക്കാറുണ്ട് ഈ റോഡുകളിലൊക്കെ ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞ പോലെ ബൈക്കിൽ പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബൈക്കിൽ പാഞ്ഞു പോകുന്ന അഭ്യാസങ്ങൾ കാണിക്കുന്ന ചില ആളുകളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമ്മളായാലും പറഞ്ഞു പോകും, നമ്മൾ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ. പക്ഷേ അവിടെ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഈ മറ്റുള്ളവനും കൂടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതി വരുമ്പോൾ അവിടെ വൈബ് നോക്കിയിട്ട് കാര്യമില്ല. എന്ത് തോന്നുന്നു? തന്ത വൈബ് ഒരു പരിശോധിച്ച് വന്നാൽ ഒരു തരം അസൂയയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഞാനിപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരു കാര്യം നേടാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ അത് അത്രയും കെയർഫുള്ളായിട്ടാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അങ്ങനെ അനുഭവിച്ച ഞാൻ എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഇത് ഒരു കഷ്ടപ്പാടും ഇല്ലാതെ ഒരുത്തന് ഇതെല്ലാം കിട്ടി, എന്നിട്ട് അവൻ ഒട്ടും കെയർഫുൾ അല്ലാതെ ഇത് ആഘോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ഒരു ഇറിറ്റേഷൻ, ഇതിന് അസൂയ എന്ന് പറഞ്ഞാൽ അതൊരു നെഗറ്റീവ് ടേമാണ്. ആ ഒരു ഫീലിംഗ്, ഒരു എൻവി. ഇത് സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ അവർ ചെറുപ്പകാലത്ത് ഒരുപാട് റെസ്ട്രിക്ഷൻസൊക്കെ അനുഭവിച്ചിട്ടുള്ളതായിരിക്കും. അവർ പ്രായമായി വന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ പെൺകുട്ടികൾ വലിയ ഫ്രീഡമൊക്കെ ആയിട്ടുമ്പോഴത്തേക്ക് അവരതിനനുസരിച്ച് റിയാക്ട് ചെയ്യും. ഇത് ഈ ചിലർ വിചാരിക്കും ഇപ്പോഴുള്ള ഈ ജനറേഷനാണ് ഈ ഓൾഡർ ജനറേഷനാണ് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. പക്ഷേ ഇതേ ഓൾഡർ ജനറേഷനെ അവർക്ക് മുമ്പുള്ള ജനറേഷൻ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. അതെ, ആ ജനറേഷൻ 100 വർഷം മുമ്പുള്ള ആ ജനറേഷനെ അതിന് മുമ്പുള്ളവരും ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴ് തന്തവൈബെന്ന് പറഞ്ഞവർ നാളെ അടുത്ത തലമുറയെ ക്രിട്ടിസൈസ് ചെയ്യും. അതെ, ഇപ്പം ഇത് ഈ ജെൻസി എന്ന് പറഞ്ഞ് സ്റ്റൈലായിട്ട് നടക്കണവരുണ്ടല്ലോ, ഒരു 40 വർഷം കഴിയുമ്പോൾ അവരടുത്ത ജനറേഷൻ. അപ്പം ഞാനിത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് ചരിത്രത്തിലെ കുറച്ച് സംഭവങ്ങൾ. അപ്പം അത് എല്ലാം ഓർത്ത് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഫോൺ എടുക്കുന്നത്. 2001 ടൈംസ് മാഗസിനിൽ വന്ന ഒരു ആർട്ടിക്കിളിലാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാവരും ട്രബിൾ മേക്കേഴ്സാണ്. അവർക്ക് ഹിമാലയമൊക്കെ ചവിട്ടിക്കയറാൻ ഭയങ്കര ആഗ്രഹമാണ്, പക്ഷെ ജോലിയെടുത്ത് ജീവിക്കാൻ അവർക്ക് വയ്യ. 2001. ഇനി 1993 വാഷിങ്ടൺ പോസ്റ്റിലെ ഒരു ആർട്ടിക്കിളാണ്. ഇതുപോലൊരു പന്ന ജനറേഷൻ പുതിയ ജനറേഷൻ ഇല്ല, എല്ലാം കംപ്ലൈനിങ് മാത്രമേ ഉള്ളൂ. ഇനി 1951 ഫാക്കക് ഹെറാൾഡിലെ ഒരു ആർട്ടിക്കിളാണ്. ഇപ്പോഴത്തെ ജനറേഷൻസ് എല്ലാം പാമ്പേർഡായിട്ട് അവർക്ക് മടിയാണ് എല്ലാം ചെയ്യാനായിട്ട്. 1951. ഇനി 1933 അത് ഓസ്വാൾഡ് സ്പെംഗ്ലറിൻ്റെ ഒരു പുസ്തകത്തിൽ വന്ന് സ്ത്രീകളെല്ലാം പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ മേക്കപ്പ് ഇട്ട് നടക്കുവാണ് ഇപ്പോഴത്തെ കുട്ടികൾ. 1933 അതായത് 1933 ഒരു 20 വയസ്സുള്ളവർ പറയുന്നതാണ് ഇത്. ഇവരെല്ലാം ഭയങ്കര വൾഗറാണ്. ഇനി 1925 ഹൾ ഡെയിലി മെയിലിൽ വന്നൊരു ആർട്ടിക്കിൾ. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ യങ് ഫോക്സ് അവർ തോട്ട്ലെസ്സാണ്, റൂഡാണ്, അട്ടർലി സെൽഫിഷാണ്.
ഈ പറയുന്നത് ആരെയാണ്? 1915 ജനിച്ചവരെയാണ്. ഇനി 1843 പാർലമെൻറ്റ്, UK പാർലമെൻറ്റിലെ ഹൗസ് ഓഫ് കോമൺസിൽ ഉള്ളൊരു സ്പീച്ചാണ്. പെൺകുട്ടികൾ കുതിരകൾ ഓടിക്കുന്നു, വെള്ളമടിക്കുന്നു, ചീത്ത വിളിക്കുന്നു, സ്മോക്ക് ചെയ്യുന്നു, പിള്ളേരെല്ലാം നശിച്ചു. 1843. ഇനി 1790 ഒരു പുസ്തകത്തിലുള്ളതാണ്. പിള്ളേരെല്ലാം, ചെറുപ്പക്കാരെല്ലാം വഷളായി, റൊമാൻസും നോവലും നാടകങ്ങളുമൊക്കെ കണ്ട് നടക്കുകയാണ്, അവരുടെ മൊറാലിറ്റി എല്ലാം നശിച്ചു. ഇനി 1624 ഒരു പുസ്തകത്തിൽ വന്ന ആർട്ടിക്കിളാണ്. ഇപ്പോഴത്തെ കുട്ടികളൊന്നും ശരിയല്ല, അവരൊന്നും ഓണറബിൾ അല്ല, അവർ പ്രാചീന മൂല്യങ്ങളെല്ലാം തള്ളിപ്പറയുന്നു. ഇനി 1330 അപ്പോൾ 700 വർഷം മുമ്പുള്ള കാര്യമാണ്. മോഡേൺ ഫാഷൻ പിള്ളേരെല്ലാം നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ജപ്പാനിലുള്ള രേഖയാണ്. ഇനി 20 BC നമ്മുടെ കൊച്ചുമക്കളെ കാര്യം ആലോചിക്കുമ്പോഴത്തേക്ക് അവരെല്ലാം വെർത്ത്ലെസ് ആണ്. 20 BC. ഇത് ഹൊറാസ്, ഒരു ഇറ്റാലിയൻ റോമൻ തത്വചിന്തകനാണ്. പുള്ളി പറഞ്ഞതാണ് ഈ ലോകം ഇങ്ങനെ പോയാൽ എങ്ങോട്ട് പോകും. ഇനി 4th century BC, അതായത് 300 BC അരിസ്റ്റോട്ടിൽ എഴുതിയത്. ചെറുപ്പക്കാർക്കെല്ലാം ഭയങ്കര അവരെല്ലാം അഹങ്കാരികളാണ്, അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ തലമുറയിലുള്ള ആളുകളും അടുത്ത തലമുറയിലുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് നമ്മുടെ പ്രാചീന ചരിത്രമൊത്ത് ഉള്ള ഒരു സംഭവമാണ്. അതായത് ഈ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണെന്ന് മാത്രമല്ല, തന്തവൈബിനും കൂടിയാണ്. അതെ അതെ, തന്തവൈബ്. ഇപ്പം ഈ തന്തവൈബിനെ വിമർശിക്കുന്ന ഈ ചെറുപ്പക്കാരുണ്ടല്ലോ, അവരിനി ഒരു 20 വർഷം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ജനറേഷന് അവർ എന്തായാലും അവരും തന്തവൈബ് കാണിച്ചു തുടങ്ങും. അപ്പോൾ ഈ തന്തവൈബെന്ന് വിളിക്കപ്പെടുന്നവർ പറയുന്ന കാര്യങ്ങളിൽ ഒരു ശരിയുമില്ലേ, അങ്ങനെയാണോ ഉദ്ദേശിക്കുന്നത്? അതെ, അതിലോട്ട് ഞാൻ വരാം. തന്തവൈബുകാർ ഈ ചെറുപ്പക്കാരിൽ അടുത്ത ജനറേഷനിലുള്ളവരെ ആയിട്ടുള്ളവരെ മാത്രം പിൻ പോയിൻ്റ് ചെയ്താണ് മാതൃകയാക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ തലമുറയിലുള്ളവർ ആരും ശരിയില്ല. എത്രയോ ചെറുപ്പക്കാർ നല്ലതായിട്ട് ഹെൽമെറ്റ് ഇട്ട് മാതൃകാപരമായിട്ട് ഓടിച്ചു പോകുന്നുണ്ട്, എന്തെങ്കിലും അപകടം വന്നാൽ ഓടിയെത്തി രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഈ യങ് ജനറേഷൻ്റെ മാതൃകയായിട്ട് തന്തവൈബുകാർ കാണുന്നില്ല. ഈ മോശം പ്രവൃത്തി ചെയ്യുന്നവരാണ് യങ് ജനറേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ലേബൽ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് തന്തവൈബിന് എഗൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റാൻഡാണെന്ന് പറയാം. ഇനി നമുക്ക് റിയാലിറ്റിയിലോട്ട് കടന്നാൽ വേറെ കുറച്ച് പോയിന്റ്സ് പറയാനുണ്ട്. അപ്പം ഈ ഇടയ്ക്ക് ആക്ടർ സലീം കുമാറിൻ്റെ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതെല്ലാം ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിലോട്ട് വരാം. ഈ നമ്മളെ ജെൻസി എന്ന് പറഞ്ഞിട്ട് അതിന് മുമ്പ് മില്ലനിയൽസ്, ജെൻ എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ 50s 60s ജനിച്ചവരാണ് ബൂമേഴ്സ് എന്ന് പറയുന്നത്. ബൂമർ ജനറേഷൻ. ഇവരെയാണ് എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നത് അവർക്കെതിരായിട്ട്. അവരാണ് ഏറ്റവും വലിയ തന്തവൈബ് ആൾക്കാർ, ആ കാലഘട്ടത്തിൽ ജനിച്ചവർ. ശരിക്കും പറഞ്ഞാൽ നമ്മളെ സൊസൈറ്റിയുടെ ഗ്രോത്ത്, ടെക്നോളജിയുടെ ഗ്രോത്തൊക്കെ നോക്കിയാൽ ഒരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. അത് ഒരു 1000 വർഷം, 1000 ആണ്ടിലുള്ളതും 1200 ആണ്ടിലെയും ടെക്നോളജി ഒരുപോലെയായിരുന്നു. പക്ഷേ നമ്മൾ 1900-കളിലാണ് 1950 ഉള്ളൊരു ഗ്രോത്ത് വളരെ, അതൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്താണ്. അത് നോക്കിയാൽ ഇതിൻ്റെയല്ല ഇത്രയും ഇൻവെൻഷൻസും ഇതിനെല്ലാം വഴിവെച്ച ആളുകളാണ് ഈ 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നവർ. അവരനുഭവിച്ച പല കാര്യങ്ങളുണ്ട്. 20ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ 2 വലിയ മഹായുദ്ധങ്ങളുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിലും ഒരുപാട് സോഷ്യലായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും അനുഭവിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ് ഇല്ല, ഫോൺ കോളുകളെല്ലാം വളരെ പരിമിതമായിരുന്നു. ഇത്രയും ടെക്നോളജി ഒന്നും ഇല്ലാതെയാണ് ഇവരിതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ നോക്കുമ്പോഴത്തേക്ക്, അവരുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം ഒരാളെ കാണണമെങ്കിൽ ലൈവ് കോള് ചെയ്യാം, ഒരു ഫിലിം കാണണമെങ്കിൽ അത്യാവശ്യം OTTയിൽ എടുത്ത് നോക്കാം. ഇപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ട്, എൻ്റെ അച്ഛൻ ഫിലിം സൊസൈറ്റി പ്രവർത്തനമൊക്കെ ആയിരുന്നപ്പോഴത്തേക്ക് ഈ ഹോളിവുഡ് സിനിമയെല്ലാം തിയേറ്ററിൽ വരും. പക്ഷേ ഒരു സോവിയറ്റ് പടമോ ഒരു ഫ്രഞ്ച് പടമൊക്കെ വേണമെങ്കിൽ അവിടുത്തെ എംബസിയിൽ വിളിച്ചറിയിച്ച് അവർ ആ വലിയ ഫിലിം പെട്ടി കപ്പലിൽ കൊടുത്തയച്ച് അത് പോയി കളക്ട് ചെയ്ത് ഫിലിം സൊസൈറ്റി കൊണ്ടുവന്ന് ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്ത് കത്തടപാടുകളെല്ലാം ഒരു 3-4 മാസത്തെ സമയം വെച്ചിട്ടാണ് കാണുന്നത്. അപ്പം ഇത്രയും ഇതാണ് അന്നത്തെ ഒരു അവസ്ഥ. ഇന്നത്തെ അവസ്ഥയിൽ
ഈ ജനറേഷനുള്ളവർ ഇതൊന്നും അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു അസ്വസ്ഥതയാണ് ഈ കംപ്ലയിൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിൽ ജെൻസിയുടെ അല്ലെങ്കിൽ ഈ തലമുറയുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഇത്രയും ടെക്നോളജി അവരുടെ കയ്യിലുണ്ടായിട്ട് ഒരു പ്രൊഡക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? അത് പറയുന്നത് വെച്ചാൽ 1969 നാസ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കിയ സമയത്ത് അന്ന് നാസയിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറിൻ്റെ ടെക്നോളജിയും കാട്ടും പല മടങ്ങ് അഡ്വാൻസ്ഡാണ് ഇപ്പം ഓരോ വ്യക്തിയുടെ സ്മാർട്ട് ഫോണിലിരിക്കുന്നത്. ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെന്ന് വെച്ചു, പക്ഷെ അന്ന് നാസ മനുഷ്യനെ ചന്ദ്രനിൽ ഇറക്കി. ഇപ്പോഴത്തെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? റീലുകൾ. മനസ്സിലായില്ലേ? ഞാൻ തന്തവൈബിലോട്ട് വരെയാണ്. ഇതാണ്. അപ്പോൾ ഇത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പ്രശസ്തി, അന്ന് കാലത്ത് ഒരുപാട് കഷ്ടപ്പെട്ടൊക്കെ സിനിമാ രംഗങ്ങളിൽ എത്തുന്നു. കുറേ കാലം ഏതെങ്കിലും ഡയറക്ടർമാരുടെയൊക്കെ അസിസ്റ്റൻ്റ് ആയിട്ട് നടനാവണമെങ്കിൽ ഒരുപാട് പേരുടെ ചീത്ത വിളിക്കിട്ട് അങ്ങനെ എത്തുന്നു. ഇപ്പോഴത്തെ എന്തെങ്കിലുമൊക്കെ തന്തവൈബിൻ സ്റ്റേറ്റ്മെൻറ്റ് ഇൻകമിങ്, അല്പവസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് ഡാൻസൊക്കെ കളിച്ചാൽ പെട്ടെന്ന് ഇൻസ്റ്റൻറ്റ് ഫേമസ് ആകുന്നു. ഉടനെ തന്നെ കടകളുടെ ഉദ്ഘാടനത്തിന് വിളിക്കുന്നു. അപ്പോൾ ഇത് കാണുന്ന ഒരാൾ, ഞാൻ ഒരു തന്തവൈബ് പെർസ്പെക്റ്റീവിൽ പറയാം. ഒരാളൊരു ഫയർഫോഴ്സ് ഓഫീസറോ ഒരുപാട് നാടിന് ജീവൻ പണയം വെച്ച് സേവനം ചെയ്യുന്ന ഒരാൾ, അയാൾ നോക്കുമ്പോഴത്തേക്ക് ഇന്നലെ വന്നൊരു പെൺകുട്ടി 2 ഡാൻസ് കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഇതൊക്കെ ആയി ഫേമസ് ആയ പെൺകുട്ടി, വലിയ സ്വീകരണം, ആൾക്കാർ ജനത്തിരക്കുകൾ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ഇറിറ്റേഷൻ വരുമല്ലോ. ഇതാണ് നമ്മൾ വേറൊരു വശത്ത് നിന്ന് നോക്കുമ്പോഴത്തേക്കുള്ള കുഴപ്പം. പിന്നെ ഈ ജെൻസിയിൽ കണ്ടുവരുന്നത് ഇവർക്ക് ഇൻസ്റ്റൻറ്റ് ഫേമസ് ആകണം, ഇതാണ് ഏക ലക്ഷ്യം. ഇത്രയും ടെക്നോളജി ഇരുന്നിട്ടും ഈ ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ റീലുകൾ ഉണ്ടാക്കുക എന്നുള്ളതിലോട്ട് മാത്രമേ പോയിട്ടുള്ളൂ. ഇല്ലാതെ ഈ ടെക്നോളജി വെച്ചിട്ട് എന്തെങ്കിലും പുതിയ കണ്ടുപിടുത്തങ്ങളോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അവരുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ഇക്കാലത്ത് ടെക്നോളജി ഭയങ്കര ഒരു അനുകൂല സിറ്റുവേഷനാണ്. കാരണം പണ്ട് നമുക്ക്, ഞാൻ എൻ്റെ ജനറേഷൻ അല്ല പറഞ്ഞത്, ഞാൻ 90s കിഡാണ്. ഞാൻ ജനിച്ചു വളർന്നപ്പോൾ തന്നെ ഇൻ്റർനെറ്റ് അല്ല പറഞ്ഞത്. പണ്ടത്തെ ആളുടെ കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു റിസർച്ചിന് തന്നെയാണെങ്കിലും എത്ര ലൈബ്രറികളിൽ പോകണം, സംശയങ്ങൾ തിരുത്തണമെങ്കിൽ, അങ്ങനെയുള്ള അവസരം. പക്ഷേ ഇപ്പോൾ നമുക്ക് ഗൂഗിളിലുണ്ട്. പെട്ടെന്ന് തന്നെ ശോധഗംഗ എന്ന് പറഞ്ഞ സൈറ്റിൽ കേന്ദ്ര സർക്കാരിലെ എല്ലാ റിസർച്ച് PhD തീസിസുകളും എല്ലാം അപ്ലോഡാണ്. ഒരാൾക്ക് PhD ചെയ്യണമെങ്കിൽ വളരെ സിമ്പിളാണ്. വീട്ടിൽ ഇരുന്നിട്ട് തന്നെ വലിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളെല്ലാം വയ്ക്കാനുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിട്ടും അതിനനുസരിച്ചൊരു ശ്രമം വരുന്നില്ല എന്ന് നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ ഞാൻ ഈ പറയാൻ വേണ്ടി ഞാൻ വന്ന സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോഴത്തേക്കും 2018 ശേഷം ഇന്ത്യയിലെ റിസർച്ചിൻ്റെയൊക്കെ ഗ്രാഫ് കൂടിയിട്ടുണ്ട്. അതും ഇൻ്റർനെറ്റിനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ഉണ്ട് ഇവിടെ. പക്ഷെ നമ്മളുടെ കൺമുമ്പിൽ വരുന്നത് ഈ പറഞ്ഞ അല്പവസ്ത്രം. ഓക്കെ, വീണ്ടും എന്നെ തന്തോയ്പ് പറയും. ഞാൻ അത് പറയാൻ വെച്ചാൽ അല്പവസ്ത്രത്തിനെ കുറ്റപ്പെടുത്തി പറയുന്നില്ല, അതൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയുള്ള ഒരു പരിപാടി. അപ്പോൾ അതിൻ്റെ അർത്ഥം വെച്ചാൽ നമ്മൾ അവരെ കാണുന്നുള്ളൂ, അല്ലാതെ ഈ ഇന്നോവേറ്റീവായിട്ട് ചെയ്യുന്നവരെ കാണുന്നില്ല. അത് എന്തുകൊണ്ടാണ് നമ്മൾ കാണാത്തതെന്ന് വെച്ചാൽ അതാണ് ഇവിടെ മാധ്യമങ്ങളുടെ ഒരു കേസ്. നമ്മൾ കുറച്ച് കോപ്രായം കാണിക്കുന്നവർക്കാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത്. നമുക്കറിയാം തിയേറ്റർ റിവ്യൂസ്, പക്ഷെ പണ്ട് കാലത്ത് നല്ല നിരൂപണങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇന്ത്യയിലെ നിരൂപണത്തിന് ദേശീയ അവാർഡ് കേരള സർക്കാരും വരെയുണ്ട്. പക്ഷെ അത്തരം നിരൂപണങ്ങൾക്കൊന്നും അല്ല ഇവിടെ കൂടുതൽ സ്പേസ് കിട്ടുന്ന കുറച്ച് കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നതാണ്. അപ്പോൾ മാധ്യമ ശ്രദ്ധ, ഒരു അറ്റൻഷനൊക്കെ കിട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ സാധാരണക്കാർ നോക്കുമ്പോഴത്തേക്ക് പുതിയ തലമുറ ഈ പറഞ്ഞ പോലെ ഇവർ തന്നെ പിന്നെയും വ്യൂവർഷിപ്പ് കൊടുക്കുന്നു, പിന്നെയും കമൻ്റ് ഇടുന്നു. അപ്പോൾ ഈ മാധ്യമങ്ങൾ എന്ത് വിചാരിക്കും, ഈ സാധനങ്ങളൊക്കെ ഇടുമ്പോഴത്തേക്കാണ് നമുക്ക് റീച്ച് കിട്ടുന്നത്. അല്ല, മറ്റേ തത്വചിന്തകനെ വിളിച്ചു വരുത്തി അവനെക്കുറിച്ച് 16-ാം നൂറ്റാണ്ടിലൊരു പഠനം പറഞ്ഞപ്പോഴത്തേക്ക് 10 പേര് കാണാനില്ലായിരുന്നു. അപ്പോൾ അവർക്ക് മോണിറ്റൈസ് ചെയ്യാനോ ഇതൊക്കെയാണ് നല്ലത്. അപ്പോൾ ഈ പഴയ തലമുറയിലുള്ള ആളുകൾ വിചാരിക്കും പുതിയ തലമുറ ഇതൊക്കെ തന്നെയാണ്, അഭിപ്രായങ്ങൾ മാത്രമേ ഉള്ളൂ, ഈ റിസർച്ചും ഇതൊന്നും ആരും കാണുന്നില്ല. ഇതാണ് റിയാലിറ്റി. അതായത് മാധ്യമങ്ങൾ അപ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അതെ, മാധ്യമങ്ങൾ നല്ല കോണ്ടന്റുകൾ, അതിന് വ്യൂവർഷിപ്പ് ഇല്ലെങ്കിൽ പോലും നല്ല സംഗതികൾ ഒരു എക്സ്പോഷർ കൊടുക്കണം. ഒരു 9 എണ്ണം ഈ പറഞ്ഞ അറ്റൻഷൻ ഗ്രാബിങ് സാധനങ്ങൾ ഇട്ടാലും ഒരെണ്ണമെങ്കിലും ഈ പറഞ്ഞ നല്ല സ്റ്റഡീസും അല്ലെങ്കിൽ ആരെങ്കിലും പുതിയ ചെറുപ്പക്കാർ, കാരണം എനിക്ക് തന്നെ അറിയാവുന്നവരുണ്ട്, അവരെന്തെങ്കിലും ഫണ്ടിങ്ങിനൊക്കെ ആണെങ്കിൽ അവരുടെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ല.
ഒരു 2-3 ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് ഫണ്ടിങ് വരുമായിരുന്നു. പക്ഷേ അവർ ഈ മാധ്യമ സ്ഥാപനങ്ങളെല്ലാം ചെന്നിട്ട് എൻ്റെ ഒന്ന് വാർത്ത ഇടുമോ, ഞാൻ ഇങ്ങനൊരു സംഗതി അവരാരും ഇടില്ല. പക്ഷേ ഇതേ കക്ഷി റോഡിൽ ഇറങ്ങി തുണിയിലെ 2 ഡാൻസ് കളിച്ച് അങ്ങനെ റീലിട്ടിരുന്നെങ്കിൽ ഇത് വിവാദമായി, നാട്ടുകാരുടെ പൊങ്കാല, സൈബർ ബുള്ളിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരും. ഇതാണ് ഒരവസ്ഥ. രണ്ടാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെറുപ്പക്കാരുടെ ഒരു കേസ്. ഇപ്പോൾ അവർക്ക് ലോകത്തെ എല്ലാവരുമായിട്ട് കണക്റ്റഡാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴി. ടംബ്ലറിനെ കുറിച്ച് ഞാൻ ഓക്കിസത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇവരെന്ന് വെച്ചാൽ ട്രെൻഡിന് പുറകെ പോകുന്നവരാണ്. ഒരു വിഷയം ഉണ്ടായാൽ അതിൻ്റെ പുറകിലുള്ള എന്താണെന്നുള്ളത് പഠിക്കാനുള്ളൊരു സമയം അവർ എടുക്കുന്നില്ല. ഇപ്പോൾ CAA പ്രക്ഷോഭം വന്നു, അപ്പം അവർ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും NEP ഇതിനിടയ്ക്ക് നിങ്ങൾ ആരും ഇടയ്ക്ക് പെട്ടെന്ന് മറന്നുപോയ സാധനമാണ് EIA, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു കാലഘട്ടത്തിൽ നല്ല പെട്ടെന്ന് ഈ കോവിഡ് ലോക്ക്ഡൗൺ സമയത്ത് പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടിയ, സബ്സ്ക്രൈബേഴ്സ് കൂടിയ കേരളത്തിലൊരു യൂട്യൂബ് ഒരു വ്ളോഗർ ഉണ്ടായിരുന്നു. പുള്ളി പെട്ടെന്ന് ഈ EIA-ക്കെതിരായിട്ട് പറഞ്ഞു, എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. ഇത് വന്നാൽ ഇന്ത്യ മൊത്തത്തിൽ നശിച്ചു പോകും എന്നൊക്കെ പറഞ്ഞിട്ട്. EIA എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ശരിക്കും കേന്ദ്ര സർക്കാർ ഡ്രാഫ്റ്റ് ആക്കിയത് പോലുമില്ല. ജനങ്ങൾ ഇതിനു വേണ്ടി ഓൺലൈൻ വഴി ഇതിന് നിർദ്ദേശങ്ങൾ അയച്ചു കൊടുക്കാനുള്ളൊരിത് എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ അത് നമ്മുടെ ബോർഡർ മേഖലകളിൽ കൺസ്ട്രക്ഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ്. പക്ഷേ ഈ ഒരു ഇൻഫ്ലുവൻസർ ഇത് പറഞ്ഞ ആ സമയം തൊട്ട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരല്ലേ ഈ EIA-ക്കെതിരായിട്ട് റീലുകൾ ഇടുന്നു, അല്ലെങ്കിൽ സ്റ്റോറികൾ, സ്റ്റാറ്റസുകൾ. ഇടയ്ക്ക് എല്ലാവർക്കും മറ്റേ പെൻഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഗതി കുറേ കാലം ഓടി. അതെ ഇങ്ങനെ കുറേ സംഗതികളുണ്ട്. അപ്പം എനിക്ക് പണിയില്ലാത്തിട്ടൊന്നുമല്ല, ഞാൻ ഈ ഒന്ന് അറിയാമെന്നുള്ള ഈ 16-13 വയസ്സുള്ള പിള്ളേരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ശരിക്കും ഈ വിഷയം എന്താണെന്ന് അറിയാമോ? അല്ല അത് അറിഞ്ഞൂടെ കേട്ടോ, പക്ഷേ മറ്റേ കക്ഷി ഇഷ്ടപ്പെടുത്തിയത് മനസ്സിലായില്ലേ? അപ്പം ഇത് കാരണം ഇപ്പം ഒരു ആൻറ്റി ഇന്ത്യ ഫോഴ്സസിനൊക്കെ കൃത്യമായിട്ട് അറിയാം. ഒരുപാട് ഫോളോവേഴ്സുള്ള ഇൻഫ്ലുവൻസേഴ്സ്, സിനിമ ആക്ടേഴ്സ്, ഇവർക്ക് കുറച്ച് കാശ് കൊടുത്താൽ ഇവരുടെ പ്രൊപ്പഗാൻഡയ്ക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ യങ് ജനറേഷൻ വസ്തുത എന്താണെന്ന് പഠിക്കുന്നില്ല. ഈ ട്രെൻഡിനനുസരിച്ച് ഓൾ ഐസ് ഓൺ റാഫ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഭവം എന്താണെന്ന് അറിയാതെ റാഷായിട്ട് ട്രെൻഡിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു. ഇതിന് നമുക്ക് യങ് ജനറേഷനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. ഈ പഴയ തലമുറയിലുള്ളവരും കുഴപ്പമില്ല. എന്നെയും ഞാൻ സിനിമാ മേഖലയായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ചില സ്കൂളുകളിലെ മാനേജ്മെൻറ്റും എന്നെ വിളിച്ചിട്ടേ, അതെ സ്കൂളിൻ്റെ ഒരു ആനുവൽ പരിപാടിയാണ്, ഒരു നടനെ വേണം അല്ലെങ്കിൽ ഒരു നടിയെ വേണം എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു ഒരു കടയുടെ ഉദ്ഘാടനം ഒക്കെ ആണെങ്കിൽ നമുക്ക് ആൾക്കൂട്ടമൊക്കെ ആവശ്യമാണ്, അപ്പം എത്രയും പോപ്പുലറായ സെലിബ്രിറ്റീസിനെയൊക്കെ കൊണ്ടുവരാം. പക്ഷേ ഒരു സ്കൂളിലെ പരിപാടിക്ക് എന്തിനാണ് അവിടെ നമ്മൾ സമൂഹത്തിൽ മാതൃക കാണിച്ച എത്രയോ ആളുകൾ, സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളോ അങ്ങനെയുള്ളവരെ വേണം കൊണ്ടുവരാൻ. പിള്ളേർക്ക് അവിടെ കണ്ട് ആഘോഷിക്കാനോ സെൽഫി എടുക്കാനോ ഒന്നും താല്പര്യമില്ലായിരിക്കും. പക്ഷേ അങ്ങനെയുള്ളവരാണ് ഇവിടുത്തെ സ്കൂൾ മാനേജ്മെൻറ്റൊക്കെ നോക്കേണ്ടത്. അപ്പോൾ ഈ വരുന്നവർ മറ്റേ തല്ലുമാല എന്ന ഫിലിമിൽ ഇതുപോലെ ഉണ്ട്, തന്ത വൈബ് കാണിച്ച് കണ്ടവർക്കറിയാം. സ്റ്റേജിൽ കൊണ്ടുവരുന്ന സെയിം സംഗതി തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഇവർ വിചാരിക്കുന്നത് ഞാനെല്ലാം ആയി, 2 വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഞാൻ എന്താ ഫേമസ് ആയി. അവരുടെ കഴിവും അവരുടെ പൊട്ടൻഷ്യലും അവർ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പം ഈ മുതിർന്നവരും ഇതൊക്കെ പോപ്പുലാരിറ്റിയുടെ പുറകെ മാത്രം പോകാതെ വർത്ത് എന്താണെന്ന് കണ്ടെത്തുക, ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചുരുക്കത്തിൽ പറഞ്ഞു അവസാനം ഇപ്പോൾ തന്തവൈബിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെ എന്നെ തന്തവൈബൊന്നും അപ്പോൾ എന്നെ വിളിച്ചോട്ടും അല്ല, ഞാൻ ഫാക്ച്വലായിട്ട് കാര്യങ്ങൾ, ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ പറയുവാണ്. ഇതിൽ തീരെ പറയേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. ഞാൻ ഈ തന്തവൈബ് അനുകൂലമായിട്ട് പറയുന്നത് ഒരു ടൈം ലൈൻ വെച്ചിട്ടല്ല, 2000-ന് ശേഷം ജനിച്ചവരുടെ പ്രശ്നം മാത്രമാണിത്, അല്ലെങ്കിൽ 1960 ഇത് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. ഇതൊരു മാത്രമല്ല, ഇതിപ്പോ ഈ ഒരു സംഗതികൾ ഒരിക്കലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. അതെ അങ്ങനെ അത് പറയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ നമ്മുടെ ഒരു പ്രദേശത്ത്, ഒരു സിറ്റിയിൽ ഏറ്റവും നല്ല കെട്ടിടങ്ങൾ, ഏറ്റവും നല്ല ആർട്സ് ഒക്കെ വരുന്നത് ഒരു 200 വർഷം മുമ്പൊക്കെ ഉള്ള മോണുമെൻറ്റ്സാണ്. പുതിയ കെട്ടിടങ്ങളെല്ലാം ഒരുപോലെയല്ലേ ഇരിക്കുന്നത്. ഇപ്പോൾ പെയിൻറ്റിങ് ആണെങ്കിലും മോഡേൺ ആർട്ട്, പോസ്റ്റ് മോഡേൺ ആർട്ട് എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് കാണിച്ചു വച്ചേക്കുന്നത് അതിനെക്കുറിച്ച്. അപ്പം ആർട്സിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും കാര്യം പറയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മോഡേൺ ടെക്നോളജി ഒന്നും ഇല്ലാതെ പണ്ടത്തെ ആൾക്കാർ ആ ഒരു കോൺട്രിബ്യൂഷനൊന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല.
ഇതിനൊന്നും ഈ യങ് ജനറേഷൻകാരെ അംഗീകരിക്കുന്നുമില്ല. ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ വേറൊരു എക്സാമ്പിളും കൂടെ, ഒരു അനുഭവം കൂടെ പറഞ്ഞുതരാം. എനിക്കൊരു 10 വയസ്സുള്ളപ്പോൾ ഏതോ കടയിൽ നിന്നപ്പോഴത്തേക്ക് എന്തോ ഒരു ആവശ്യത്തിന് കണക്കൂട്ടുന്നത് ഞാൻ ഫോണിലെ കാൽക്കുലേറ്റർ വെച്ച് കൂട്ടി. അപ്പോൾ അടുത്തിരുന്ന ഒരു പ്രായമായ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇപ്പം കണക്കൂട്ടാൻ എന്താ കാൽക്കുലേറ്ററൊക്കെ വേണം. എൻ്റെയൊക്കെ കാലത്ത് നമ്മൾ തലച്ചോറിലാണ്. എനിക്ക് എൻ്റെ ബന്ധുക്കളെ ഫോൺ നമ്പറൊക്കെ എനിക്ക് കാണാതറിയാം, നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമ്മൾ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ടെക്നോളജിയെ ഡിപ്പെൻഡൻ്റ് ആണ്. ശരിയാണ്, നമുക്കിപ്പോൾ വഴി, ഗൂഗിൾ മാപ്പെല്ലാം ഇതെല്ലാം നമ്മൾ ടെക്നോളജി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഞാൻ നേരത്തെ എക്സ്പൊണൻഷ്യൽ ഗ്രോത്തിൻ്റെ കാര്യം പറയണം. ഇവിടെ എല്ലാം നമ്മൾ വിചാരിക്കും നമുക്ക് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, പക്ഷേ എന്നും ഇങ്ങനെ ആവണമെന്നില്ല. ഇവിടെ വലിയ കലാപം വന്നാൽ തന്നെ പ്രശ്നമാണ്. പക്ഷെ അതിൽ ഇടയ്ക്കൊരു പ്രളയം വന്നപ്പോൾ തന്നെ ബുദ്ധിമുട്ടിപ്പോയി. അതെ അതെ, അപ്പോഴാണ് നമ്മുടെ ഈ പ്രിമിറ്റീവ് സ്കിൽസിൻ്റെ ആവശ്യം വരുന്നത്. അതെ, ഞാൻ ഇനി വരാൻ പോകുന്ന ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാം. ഈ നമ്മുടെ സൂര്യനുണ്ടല്ലോ, സൂര്യൻ നമ്മളെ തീയിൽ ചിലപ്പോൾ തീപ്പൊരിയൊക്കെ വരും. അതുപോലെ സൂര്യനിലും ഇടയ്ക്ക് ചെറിയ തീപ്പൊരികളും തീയുടെ ചൂടുള്ള കാറ്റുമൊക്കെ വരും. സോളാർ ഫ്ലെയർസ് എന്ന് പറയും. ഇതിൽ ഏറ്റവും ശക്തമായിട്ട് വരുന്നതിന് കാരിങ്ടൺ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. അത് കാരിങ്ടൺ എന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനാണ് കണ്ടുപിടിച്ചത്. ഇത് ഓരോ 150 വർഷം കൂടുമ്പോഴത്തേക്ക് വരുന്ന ഒരു സംഗതിയാണ്. ഇത് ആ സൂര്യനിൽ നിന്ന് ഈ തീപ്പൊരി ഭൂമിയിൽ വരെ എത്തും. പക്ഷേ ഭൂമിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ട് തീപ്പൊരിയൊന്നും തീ ഗോളമായിട്ടൊന്നും വരില്ല, പക്ഷേ അതിൻ്റെ എഫക്റ്റുകളുണ്ടാവും. അവസാനമായിട്ട് നടന്നത് 1860കളിലായിരുന്നു. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ടെക്നോളജി ടെലിഗ്രാഫ് മാത്രമായിരുന്നു. അന്ന് വന്ന സമയത്ത് ആ സിസ്റ്റം എല്ലാം അടിച്ചുപോയി, ടെലിഗ്രാഫ് അടിച്ചുപോയി. ഒരുപാട് ഇതുപോലത്തെ ടെക്നോളജിയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇനി ഇങ്ങനെ ഒരു കാരിങ്ടൺ ഇഫക്റ്റ് ഉണ്ടായാൽ നമ്മുടെ സാറ്റലൈറ്റുകളെല്ലാം അടിച്ചു പോകും. നമ്മുടെ പവർ ഗ്രിഡല്ല, നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് ഇതിന് വേണ്ട നടപടികൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ പവർ ഗ്രിഡുകളെല്ലാം അടിച്ചു പോകും. എന്നിട്ട് ഇത് പറയുന്നത് വെച്ചാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിന്നെ 10 വർഷം വേണം ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ ഇവിടുത്തെ മൊബൈൽ ഫോണില്ല, ഇൻ്റർനെറ്റ് ഇല്ല, ഇൻസ്റ്റൻറ്റ് മെസ്സേജിങ്ങുകളില്ല. ഈ IT ജോബ്സുള്ള എല്ലാവരുടെയും ജോലി പോകും. ഈ ഇൻ്റർനെറ്റ് ആശ്രയിച്ച് കഴിയുന്ന ഈ ഇൻഫ്ലുവൻസേഴ്സ് അടക്കമുള്ളവരുടെ എല്ലാവരുടെയും പണി പോകും. നമ്മുടെ എല്ലാവരുടെയും പണി പോകും. ഈ ബ്രൈവ് ഇന്ത്യ എല്ലാം പൂട്ടും. അത് പത്രമായിട്ടും എല്ലാം ഇറക്കേണ്ടി വരും. ആ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്കും അന്ന് ഇവിടെ കഴിവുള്ള ജീവിച്ചു പോകുന്ന ആർക്കാണ്? തെങ്ങിക്കയറാൻ അറിയാമെന്നുള്ള ആൾ, മരം വെട്ടാൻ അറിയാമെന്നുള്ള ആൾ, ഇതൊക്കെയാണ്. അന്നാണ് നമുക്ക് കണക്കൂട്ടൽ, കാൽക്കുലേറ്ററിൻ്റെ സഹായം ഇല്ലാതെ ചെയ്യാനുള്ളവരും. അപ്പം ഈ കാരിങ്ടൺ ഇഫക്റ്റ് വരാനുള്ള സമയം അതിക്രമിച്ചു. ഇനി ഏത് നിമിഷം വേണോ വരാമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. പക്ഷേ ഇതിപ്പോഴത്തെ ടെക്നോളജി വെച്ചിട്ട് ഇത് മുൻകൂട്ടി 1-2 ദിവസം മുമ്പേ മുൻകൂട്ടി കാണാമെന്നാണ് പറയുന്നത്. പക്ഷേ ഇനി അഥവാ അങ്ങനെ പറ്റിയില്ലെങ്കിൽ, അങ്ങനൊരു അവസ്ഥ ഉണ്ടായാൽ ഈ പറഞ്ഞ ജെൻസിയുടെ ആരുടെ കാര്യമെല്ലാം അവതാളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൻ്റർനെറ്റിനെ ആശ്രയിക്കാതെ എന്തെങ്കിലും ഒരു സ്കില്ലും കൂടെ പഠിച്ചു വെക്കുക എന്നുള്ളത് അവസ്ഥയാണ്. ഈ കാരിങ്ടൺ എഫക്റ്റ് പോലെ തന്നെ ഇനി പോസിബിളായിട്ടുള്ള ഒരു സംഗതി. പണ്ട് സയൻസ് ഫിക്ഷൻ ഹോളിവുഡ് സിനിമകളിൽ മാത്രം കണ്ടിരുന്നതാണ്. അന്നൊക്കെ നമ്മൾ ഫാൻറ്റസി ആയിട്ട് കരുതി. പക്ഷേ ഇപ്പോൾ പോസിബിളായിട്ടുള്ള സംഗതിയാണ് ഈ AI-ക്കും എക്സ്പൊണൻഷ്യലായിട്ടുള്ള ഗ്രോത്ത് സംഭവിക്കുകയാണ്. ഒരു 2 വർഷം മുമ്പുള്ള AI ഇമേജസ് അല്ല ഇപ്പം. ഈ പ്രായമായവർക്കൊക്കെ AI ഇമേജ് ചെയ്ത് റിയൽ ഫോട്ടോ ഏതെന്ന് അറിഞ്ഞുകൂടാതെ ഫേസ്ബുക്കിൽ ഈ കുട്ടിയുടെ കഴിവ് കണ്ടോ, അവൻ്റെ ശില്പം എന്നൊക്കെ പറഞ്ഞ് കാണണ്ടല്ലോ. തീർച്ചയായിട്ടും ഇനി അടുത്ത വർഷത്തേക്ക് ഈ ജെൻസിക്കാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത സംഗതി ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ AI ഞാൻ ഒരു 20 വർഷം മുമ്പേ ഈ ഫിഫ ഗെയിമൊക്കെ കളിക്കുമ്പോഴത്തേക്ക് അതിൽ എതിർ കക്ഷികൾ AI പവേർഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. അവർ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കും. ഇപ്പോൾ അതിനെക്കാട്ടും അപ്പുറമായി ഈ AI കയ്യും കാലുമുള്ളൊരു റോബോട്ടിൽ ആക്റ്റീവ് ആയുള്ള കാര്യം ആലോചിച്ച് നോക്കിയാൽ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളും സ്മാർട്ട് ഉപകരണങ്ങളാണ്. സ്മാർട്ട് വാച്ചസ്, മറ്റേ ഇത് കാറുകൾ. നമ്മളൊരു കാറിൽ ഡ്രൈവർലെസ് കാറിൽ പോവുകയാണ്, AI പവേർഡാണ്. ആ AIക്ക് നമ്മളെ കമാൻഡൊന്നും ഇഷ്ടപ്പെട്ടില്ല, അത് സെൻറ്റിയൻ്റ്, അത് വിചാരിക്കണം ഇവനെ ഇന്നങ്ങ് കൊല്ലാന്ന് വെച്ചിട്ട് ആ കാറ് നേരെ ഒരു കൊക്കെ ചെന്ന് വീണാൽ എന്ത് ചെയ്യും? അപ്പം ഇങ്ങനെയൊക്കെയുള്ള അപകടങ്ങളുണ്ട്. അത് ഈ പുതിയ തലമുറ മനസ്സിലാക്കി അതിന് വേണ്ട തയ്യാറെടുപ്പുകൾ നേരത്തെ ചെയ്യണം എന്നുള്ളതാണ് തന്തവൈബുകാരനായ എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും 2 തന്തവൈബുകാരിരുന്ന് തന്തവൈബിനെ പറ്റി സംസാരിച്ച പോലെ ആയിപ്പോയി എന്തായാലും ഇത്. പക്ഷേ എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞൊരു
കാര്യം, അതായത് ഈ ഈ ഇത് ഓരോ തലമുറകളിലും BC-യിലൊക്കെ ഇതേ ഡയലോഗ് സെയിം തന്നെയാണ് ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്ക് സ്നേഹമില്ല, അല്ലെങ്കിൽ അവർ അഹങ്കാരികളാണ്, ഇത് തന്നെ. ഇപ്പോൾ ഉള്ളവർ അടുത്ത എന്തായാലും ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അടുത്തൂടെയൊക്കെ ആരെങ്കിലുമൊക്കെ പാഞ്ഞു പോയാൽ നമ്മളൊരിക്കലും പറയരുത്, കമൻറ്റുകൾ പറയരുത്. അപ്പോൾ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളായിട്ട് തന്തവൈബാകാതിരിക്കുക. ശരി, താങ്ക്സ്.